ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ കുഞ്ഞാരാണെന്നുള്ള ആ സത്യം അറിയാതെ ആശങ്കയോടെ അർച്ചന നേരെ ഗോകുലിന്റെ വീട്ടിലേക്ക് എത്തിയത്. മനസ്സാകെ അസ്വസ്ഥമായിരിക്കുന്ന അർച്ചന അതിനുള്ള ഉത്തരം കണ്ടെത്തണമെന്നുള്ള ചിന്താഗതിയിൽ വേഗം തന്നെ ഗോകുലിനെ കാണുവാനായി മുറിയിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ഗോകുലിനെ അർച്ചന അരികിൽ ചെന്ന് വിളിച്ചിട്ടും ഗോകുൽ ഉറക്കമുണരാത്തത് കണ്ട് ആകെ ടെൻഷനിലായി അർച്ചന. ഉടൻ തന്നെ അവിടെ കിടക്കുന്ന മെഡിസിൻസ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്തതിനേക്കാൾ കൂടുതൽ മെഡിസിൻ ഗോകുൽ കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഉടൻ തന്നെ അവിടെ നിന്ന് അർച്ചന ബഹളം വെക്കുകയാണ്. അമ്മയും ശിശിരയും ഒപ്പം രാജീവും അവിടേക്ക് ഓടിയെത്തി. ബഹളം കേട്ട് അരികിലേക്ക് ഗൗരിമോളും എത്തുന്നു. എന്താ പറ്റിയതെന്ന് ഓടി വന്ന് എല്ലാവരും അന്വേഷിച്ചപ്പോഴേക്കും ഗോകുൽ അബോധാവസ്ഥയിൽ തന്നെ തുടരുന്നത് കണ്ട് എല്ലാവർക്കും ആകെ ടെൻഷനായി. വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് രാജീവ് ഗോകുലിനെയും കൂട്ടി വേഗം തന്നെ ഗോകുലിനെയും കൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം ഗോകുലിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഗോകുലിന്റെ അപ്പോഴത്തെ അബോധാവസ്ഥയിൽ നിന്ന് മെഡിസിൻ കൊടുത്ത് ഗോകുലിനെ ഉണർത്തി. ഗോകുൽ കണ്ണു തുറന്നതും എല്ലാവരും ആകെ ടെൻഷനോടെ ചുറ്റും നിൽക്കുന്നത് കണ്ട് ഗോകുൽ ഒന്ന് പുഞ്ചിരിച്ചപ്പോഴേക്കും ഗോകുലിനോട് ഡോക്ടർ പറഞ്ഞു, എന്താ ഗോകുൽ, തന്നെ പോലെ ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടറോട് ഗോകുൽ പറഞ്ഞു, അത് പിന്നെ മനസ്സിന്റെ സ്ട്രെസ് കൂടിയപ്പോൾ താൻ ഒന്ന് ഉറങ്ങുന്നതിന് വേണ്ടി താനൊന്ന് മെഡിസിൻ എടുത്തതാണ്, അല്ലാതെ മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തതല്ല എന്ന് ഗോകുൽ അറിയിച്ചു. എങ്കിലും ഇങ്ങനെ ഒരു മെഡിസിനെ ആശ്രയിക്കുമ്പോൾ അതിനൊരളവുണ്ടല്ലോ, ആ അളവിൽ കൂടുതൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി ഡോക്ടർ അവിടെ നിന്ന് മടങ്ങി. ഈ സമയം അമ്മയും അർച്ചനയും ഒക്കെ അരികിലേക്ക് വന്ന് ഗോകുലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആശങ്കയോടെ നോക്കുമ്പോൾ നിങ്ങളാരും പേടിക്കേണ്ടതില്ലെന്നും തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഗോകുൽ എല്ലാവരെയും സമാധാനപ്പെടുത്തണം. എന്നാൽ അപ്പുറത്ത് മാറി നിന്ന് നോക്കിക്കാണുന്ന രാജീവ് എല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു നീക്കം ഗോകുൽ നടത്തിയതെന്നുള്ള സത്യം രാജീവ് തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ അവിടെ വീട്ടിൽ സേതുവേട്ടന്റെ സപ്തതി ആഘോഷത്തിന് പോകാനായിട്ട് താൻ ഏത് ഡ്രസ്സ് എടുക്കണമെന്നതിനെ കുറിച്ച് സംശയപ്പെടലും അതിനുവേണ്ടിയുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന കമലമ്മയുടെ പ്രവൃത്തികൾ കണ്ട് സച്ചിൻ മറ്റെല്ലാവരും ആകെ ആശങ്കയിലായി. അമ്മയുടെ മനസ്സിന്റെ താളം തെറ്റി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം ഞെട്ടലോടെയാണ് സച്ചി തിരിച്ചറിയുന്നത്. സ്വന്തം മകളെ നേരിൽ കണ്ടിട്ടും അവൾ ഈ അമ്മയെ തിരിച്ചറിയാതെ പോയതിന്റെ വേദന അത് ആ അമ്മയുടെ മനസ്സിനെ വല്ലാതെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നതായിരുന്നു അതിന്റെ യഥാർത്ഥ കാരണമെന്ന് സച്ചി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അമ്മയുടെ മനസ്സിലുണ്ടായ ഈ ചാഞ്ചാട്ടത്തിന് കാരണവും അർച്ചനയുടെ ഓർമ്മക്കുറവ് തന്നെയാണെന്നും അർച്ചന അമ്മയെ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നുമുള്ള സത്യം മനസ്സിലാക്കിയ സച്ചി അമ്മയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ കമലമ്മയുമായി ഒരു സൈക്കാട്രിസ്റ്റിന് അരികിലേക്ക് സച്ചി എത്തിച്ചേർന്നു. ഇതിനിടയിൽ അതിനു മുൻപ് തന്നെ ആരതി സച്ചിയെ കണ്ട് ചില വിവരങ്ങൾ പറയുവാനായി എത്തിയതായിരുന്നു. ഗോകുൽ സാറിനെ താൻ കണ്ടിരുന്നുവെന്നും സാറ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് ആഗ്രഹമില്ല എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നതെന്നും ഒരുപക്ഷെ സാറ് തന്റെ തീരുമാനം എന്നേക്കുമായി ഈ കേസ് അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് സാർ എടുത്തിരിക്കുന്നത് എന്നൊരു സംശയം തനിക്കുണ്ട് എന്ന് ആരതി സച്ചിയോട് അറിയിച്ചു. അപ്പോൾ ഇക്കാര്യത്തിൽ വക്കീലിന് ഗുരുവിനോട് ചോദ്യം ചെയ്യൽ നടത്താൻ ഗുരുവിനോട് ഇതിന്റെ ഒരു പേരിൽ ഇങ്ങനെ ഒരു കേസിന് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വക്കീലിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉടനെ തന്നെ സച്ചിക്ക് നൽകിയ മറുപടി ആരതി താൻ ഈ കേസ് വാദിക്കാനായിട്ട് നിൽക്കുന്നില്ല എന്നും താൻ എന്തായാലും ഗോകുൽ സാർ ഈ കേസുമായി മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനും ഇനി കുറച്ച് ദിവസത്തേക്ക് ഓഫീസൊക്കെ അടച്ചിട്ടിട്ട് ഞാനും കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോയാലോ എന്ന ആലോചനയിലാണ് എന്ന് ആരതി അറിയിച്ചു. അങ്ങനെ ആരതി ആ ഒരു തീരുമാനം അറിയിച്ച് സച്ചിക്ക് അരികിൽ നിന്ന് മടങ്ങുമ്പോഴാണ് സ്നേഹ വിളിച്ച് സച്ചിയേട്ടനോട് അമ്മയ്ക്ക് ഇങ്ങനെ ചില അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് സച്ചിയോട് വിവരങ്ങൾ അറിയിച്ചത്. സച്ചി അതെല്ലാം ഓർത്ത് വേദനയോടെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അർച്ചന ഇതിന്റെ സത്യാവസ്ഥ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയായിരുന്നു. തന്റെ മകളപ്പോൾ എവിടെയാണ്, എന്റെ കുഞ്ഞ് എവിടെ പോയിരിക്കുന്നു, സച്ചിയേട്ടൻ ഇപ്പോൾ തന്നെ പോലെ തന്നെ ഗൗരിമോള് ഞങ്ങളുടെ മകളാണെന്ന തെറ്റിദ്ധാരണയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം അർച്ചന പെട്ടെന്ന് ആലോചിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യുക, എങ്ങനെ ഞാൻ എൻ്റെ മോളെ കണ്ടെത്തും, എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ആകെ ടെൻഷനോടെ അർച്ചന ആലോചിച്ചു. എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന ടെൻഷൻ അച്ഛൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. രാജീവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയായിരിക്കാം, പക്ഷേ എൻ്റെ മോളെ എനിക്ക് കണ്ടെത്തിയിരിക്കണം എന്ന് അർച്ചന മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ കാഞ്ചനയും ലീലാവതിയും അവന്തികയുടെ നിരീക്ഷണത്തിലായിരുന്നു. കാഞ്ചനയെ അങ്ങനെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് കാഞ്ചനയെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കായിരുന്നു സന്ദീപ് നടന്നു നീങ്ങിയത്. എന്നാൽ സന്ദീപ് കാഞ്ചനയെ മുറിയിൽ അകപ്പെടുത്തി അവിടെ നിന്ന് ഡോർ ലോക്ക് ചെയ്ത് സന്ദീപ് പുറത്തു പോയ തക്കം നോക്കി
അവിടെ അലമാരയിലുണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ കൈക്കലാക്കി അത് വെച്ച് ആ ഡോറിന്റെ ലോക്ക് തുറന്ന് കാഞ്ചന പുറത്തിറങ്ങി മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് നേരെ ലീലാവതിക്ക് അരികിലേക്ക് എത്തുന്നു. അമ്മേ, നമ്മളിപ്പോൾ വലിയൊരു ട്രാപ്പിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്നും ഇവിടെ ഇനി പിടിച്ചു നിൽക്കുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല എന്നും നമ്മൾ വലിയൊരു അപകടത്തിൽ തന്നെയാണെന്നും ഇതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് കാഞ്ചന ലീലാവതിയോട് അറിയിച്ചു. നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് മടങ്ങണമെന്ന് ലീലാവതിയോട് കാഞ്ചന പറയുമ്പോഴേക്കും തൊട്ടു പിന്നാലെ വന്ന് നിൽക്കുന്ന അവന്തികയും മൂർത്തിയും അവരുടെ സംഭാഷണം കൃത്യമായി കേൾക്കുകയാണ്. അവന്തികയും മൂർത്തിയും ഇരുവരുടെ അരികിലേക്ക് എത്തി, അമ്മയും മകളും മനഃപൂർവ്വം എന്നെ ട്രാപ്പിലാക്കാനായി എന്നെ വിശ്വസിപ്പിച്ച് എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടും എന്നെ നിങ്ങൾ മറക്കാത്തത് കൊണ്ട് എൻ്റെ അരികിലേക്ക് അഭയം പ്രാപിച്ചെത്തിയതാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം നടത്തിയതല്ലേ? എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നോ നീയൊക്കെ എന്ന് പറഞ്ഞ് അതിനുള്ള ശിക്ഷ നീയൊക്കെ അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മകളെയും ലീലാവതിയെയും ബലമായി പിടിച്ചഴിച്ചുകൊണ്ട് അവന്തികയും മൂർത്തിയും മറ്റൊരു മുറിയിലേക്ക് അവരെ കൊണ്ടുചെന്ന് അതിൽ ലോക്ക് ചെയ്യുന്നു. ഈ സമയം കാഞ്ചനയെക്കുറിച്ചുള്ള അന്വേഷണം താൻ നടത്തുന്നുണ്ടെന്നും എത്രയും വേഗം തന്നെ കാഞ്ചനയെ താൻ കണ്ടെത്തുമെന്നും അവന്തികയുടെ വീട്ടിൽ തന്നെയാണ് ആ പ്രദേശത്ത് തന്നെയാണ് കാഞ്ചനയുടെ മൊബൈൽ ടവർ അവസാനമായി ഓണായിരുന്നത്. അവസാനമായിട്ടുള്ള കാഞ്ചനയുടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നതും അവിടെ തന്നെയാണെന്നുള്ള കാര്യം രാജീവ് ലീലാവതിയെ വിളിച്ച് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് കാഞ്ചന ഉള്ളത് എന്നൊരു സംശയം രാജീവിന്റെ മനസ്സിലുണ്ടായിരുന്നതിനാൽ രാജീവ് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താനായി പോലീസ് യൂണിഫോമിൽ നേരെ അവന്തികയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി രാജീവ് അവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ രാജീവാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ബുദ്ധി കേന്ദ്രമെന്നുള്ള കാര്യം അവന്തിക ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. രാജീവ് അവിടെ എത്തിയതും അവന്തിക പരിഹാസ രൂപേണ രാജീവിനോട് കൂട്ടാളികളെ അന്വേഷിച്ചിറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ഒരു സംസാരമെന്ന് അവന്തിക അന്വേഷിച്ചു. അല്ല, ഇത്രയും നാളായിട്ടും ഇവിടേക്ക് വരാത്ത രാജീവ് പിന്നെ ഇപ്പൊ എന്താവശ്യത്തിന്റെ പേരിലാണ് ഇവിടേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോ ഇവിടെ നിന്ന് തനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും ഇവിടെ നിങ്ങളുടെ അമ്മായി എന്ന് പറയുന്ന ലീലാവതി അവരുടെ മകളെ കാണുവാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി തനിക്ക് നൽകിയിട്ടുണ്ടെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇപ്പോൾ ഇവിടെ അന്വേഷണത്തിനായി എത്തിയത് എന്ന് രാജീവ് അറിയിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞത് അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അത് ശരി, അപ്പോ സാറ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ? ശരി, പക്ഷേ എന്ത് ചെയ്യാനാ സാറേ, മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് അമ്മായി ഇന്ന് രാവിലെ ഇവിടുന്ന് പോയതാ. തിരിച്ച് താൻ പോവുകയാണെന്നും എത്രയും വേഗം എനിക്ക് എന്റെ മകളെ കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. ഞാൻ ഉത്തര പറഞ്ഞിട്ടും അമ്മായി അനുസരിച്ചില്ല, ഇവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അമ്മായിയെ പിന്നെ എനിക്ക് പിടിച്ചു നിർത്താനും ആയില്ല. മകളെ അന്വേഷിച്ചിറങ്ങുന്ന അമ്മയുടെ സങ്കടം കണ്ടില്ലെന്ന് എനിക്ക് നടിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ അമ്മായി നിലവിലിവിടെ ഇല്ല എന്നതായിരുന്നു അവന്തികയുടെ മറുപടി. ശരിക്കും എന്തോ ഒരു ട്രാപ്പ് സംഭവിച്ചിട്ടുണ്ടെന്നും ഇതിലെന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോഴേക്കും രാജീവിന് മനസ്സിലായി. അപ്പോ അവരെവിടേക്കാണ് പോയതെന്ന് അവന്തിക്ക് അറിയില്ലേ എന്ന ചോദ്യത്തിന് അതൊന്നും താൻ അന്വേഷിച്ചില്ല എന്നും മകളെ കാണാത്ത ടെൻഷനിൽ ആ അമ്മ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു കേസ് നിലനിൽക്കെ ഞാൻ അവരെ ഇനി എന്തെങ്കിലും സഹായിക്കാനോ മറ്റോ പോയാൽ അത് തൻ്റെ പേരിൽ തന്നെ വന്ന് വീഴും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അവന്തിക അറിയിച്ചു. അങ്ങനെ കേട്ടതും രാജീവിന് ചില സംശയങ്ങൾ അതിനോടകം മനസ്സിലായി. യഥാർത്ഥത്തിൽ ലീലാവതിയും മകളും അവന്തികയുടെ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്ന രാജീവ് ഇവിടെ നിന്ന് അവരെ എങ്ങനെയും രക്ഷിച്ചേ തീരുവെന്ന് രാജീവിന് മനസ്സിലാവുന്നു. അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണമെന്ന് രാജീവ് മനസ്സിൽ ഉറപ്പിച്ച് അവന്തികയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്താണ് അർച്ചനയുടെ ഫോണിലേക്ക് അനഘ വിളിക്കുന്നത്. അനഘയുടെ കോള് വന്നതും കോൾ അറ്റൻഡ് ചെയ്ത അർച്ചന എന്താ മോളെ അവിടുത്തെ വിശേഷങ്ങൾ എന്ന് വളരെ സന്തോഷത്തോടെ അന്വേഷിച്ചു. അപ്പോഴേക്കും വേദനയോടെ അനഘ പറഞ്ഞു, ആയിഷ ചേച്ചി, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് സംസാരത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അമ്മ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ അമ്മയുടെ ആ സംസാര രീതിയിൽ കുറച്ചുകൂടി ശക്തമായ മാറ്റങ്ങളുണ്ടായി. ഇപ്പോ അമ്മ ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണ് എന്ന് അറിയിച്ചതോടെ അർച്ചനയുടെ മനസ്സ് വല്ലാതെ തകരുന്നു. തന്റെ അമ്മയുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരി താനാണല്ലോ എന്നൊരാശങ്ക അർച്ചനയുടെ മനസ്സിനെ അലട്ടി. ശരിക്കും ഇനി ഒരു പക്ഷേ ഇങ്ങനെ ഒരു അഭിനയം ഞാൻ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഗോകുലിന് സംഭവിച്ചതുപോലെ ഒരു പക്ഷേ എൻ്റെ സച്ചിയേട്ടൻ ഒന്നുകിൽ ഒരു മുഴുഭ്രാന്തനായി എൻ്റെ അമ്മയെ പോലെ ഒരു മുഴുഭ്രാന്തനായി മാറിയേക്കാം. അതല്ല എങ്കിൽ ഗോകുലിന് സംഭവിച്ചതുപോലെ ഒരു
ആ, അതിക്രമത്തിന് അല്ലെങ്കിൽ ഒരു വലിയൊരു ആ, അബദ്ധത്തിന് സച്ചിയേട്ടൻ തയ്യാറെടുത്തേക്കും. ഇത് ഏത് സംഭവിച്ചാലും തനിക്ക് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടം തന്നെയാണെന്നും അതുകൊണ്ട് ഇനി ഈ അഭിനയം തുടർന്നു കൊണ്ടുപോയാൽ പലരുടെയും ജീവനും ജീവിതത്തിനും ആപത്താണെന്ന് തിരിച്ചറിയുന്ന അർച്ചന ഇനിയും ഇത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും എത്രയും വേഗം തന്നെ ഇത് താൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന ആ കടുത്ത തീരുമാനം അർച്ചന എടുക്കുന്നു.